ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027ന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027ന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് se.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ച് മരിച്ചതായും മന്ത്രി പറഞ്ഞു. ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38ൽ 37 കേസുകളും നെഗറ്റീവാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5 സ്റ്റാർ ഹോട്ടലുകളിലും അടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയർ പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുള്ളത് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5 സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട് അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീ പോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിൻ്റെ അംബാസഡർമാരാകുകയാണ്. കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചതെന്ന് രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്ന് ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMA റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട്. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാവും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ടുവച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ, ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808-ലും നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027ന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.